ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയ എറണാകുളത്തെ പിറമാടം പള്ളി പോലീസ് ഏറ്റെടുത്തു. നാളെ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തും. ഹൈക്കോടതി വിധിയുടെ പിൻബലത്തിലാണ് ഓർത്തഡോക്സ് വൈദികൻ പിറമാടം സെന്റ് ജോൺസ് ബെത്ലഹേം പള്ളിയിലെത്തിയത്. ഭൂരിപക്ഷം ഇടവകക്കാരും യാക്കോബായ പക്ഷമെന്നാണ് മറുവാദം. തർക്കത്തിനിടെ അൾത്താരയിൽ വൈദികർ അടക്കം തമ്മിലടിച്ചിരുന്നു. വിവരങ്ങളുമായി അനിൽ ജോർജ് ഉണ്ട്. അനിൽ, അവസാനം പോലീസ് ഇടപെടുകയാണ്. ഇനിയിപ്പോൾ വിശ്വാസികളുടെ പള്ളി സംരക്ഷിക്കാൻ പോലീസ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പള്ളിത്തർക്കം രൂക്ഷമാകുന്നു. അടി, അതുപോലെ തന്നെ വലിയ തോതിലുള്ള സംഘർഷം തുടങ്ങിയവ പള്ളിക്കുള്ളിലും പള്ളിയുടെ പരിസരത്തുമായി ഉണ്ടാവുന്നു. ഇന്ന് രാവിലെ ഹൈക്കോടതി ഉത്തരവുമായി എത്തിയ ഓർത്തഡോക്സ് വിഭാഗം വൈദികൻ എബിൻ എബ്രഹാം ഇന്ന് പള്ളിക്കുള്ളിൽ പ്രവേശിച്ച് കർമ്മങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയായിരുന്നു യാക്കോബ വിഭാഗത്തിലെ ആളുകൾ സംഘടിച്ചെത്തിയത്. തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ പള്ളിക്കുള്ളിൽ ആ സമയത്ത് ചെറിയൊരു വിഭാഗം മാത്രമേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ ഇരു വിഭാഗത്തിലെയും. പക്ഷേ ഇവർ തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തി. പള്ളി ഇവർ അകത്തു നിന്ന് അടച്ചിട്ടാണ് പരസ്പരം തല്ല് നടത്തിയത്. ഇരു വിഭാഗത്തിലെയും വൈദികർ പള്ളിക്കുള്ളിലെ അൾത്താരയ്ക്കുള്ളിൽ കയറി നിന്നുകൊണ്ട് പരസ്പരം പോർവിളിക്കുകയും തമ്മിൽ തല്ലുകയും ചെയ്തു. ഇത് വിശ്വാസികൾക്കിടയിലേക്കും പടർന്നു. തുടർന്ന് പള്ളിക്ക് ചുറ്റും ഇരുവിഭാഗത്തിലെയും വിശ്വാസികൾ തടിച്ചുകൂടി. ഇതോടെ പോലീസ് ഇടപെടുകയായിരുന്നു. പോലീസ് ഇരുവിഭാഗത്തെയും ശാന്തരാക്കാൻ പരമാവധി പരിശ്രമിച്ചു. ഒപ്പം വളരെ സമയം ഇരു വിഭാഗവുമായി ചർച്ച നടത്തി. പക്ഷേ ഒരു രീതിയിലെയും ഒരു സമവായത്തിനും ആരും എത്താൻ തയ്യാറായില്ല. കാരണം ഓർത്തഡോക്സ് വിഭാഗം പറയുന്നത് തങ്ങൾക്ക് കോടതി ഉത്തരവുണ്ട്, ആ കോടതി ഉത്തരവ് നടപ്പാക്കണം, അതിന് പ്രകാരം തങ്ങളുടെ പള്ളി തങ്ങൾക്ക് ലഭിക്കണം, തങ്ങളുടെ വികാരിക്ക് മാത്രമേ അവിടെ കൂദാശ നടത്താനുള്ള അനുവാദം ഉണ്ടാകൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷം ഇടവക അംഗങ്ങളും യാക്കോബ വിഭാഗത്തിലാണെന്നും കോടതി ഉത്തരവ് അടക്കം ഒന്നും തങ്ങൾക്ക് മതിയാവില്ലെന്നും അതിനാൽ തങ്ങളുടെ പള്ളി വിട്ടുതരില്ലെന്നും തങ്ങളുടെ വൈദികർ അവിടെ കൂദാശകൾ തുടർന്നും നടത്തുമെന്നും ഈ യാക്കോബ വിഭാഗവും നിലപാടെടുത്തു. ഇതേ തുടർന്നാണ് പള്ളി പോലീസ് ഏറ്റെടുത്തു. ഇനി അടുത്ത ദിവസം കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇരു വിഭാഗവുമായി ചർച്ച നടത്തും. അക്കാര്യത്തിലും തീരുമാനമാകുന്നില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഓർത്തഡോക്സ് അത്തരത്തിൽ നടപടികളിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ക്രമസമാധാന നില അത് പരിപാലിക്കപ്പെടണം. അതോടൊപ്പം തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കണം. സമവായത്തിലേക്ക് കാര്യങ്ങളെത്താൻ നാളത്തെ ചർച്ചയിലെങ്കിലും കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.